ഏതായാലും ONV കുറുപ്പ് പാടിയതുപോലെ ഒരിക്കൽ കൂടി ആ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്താൻ നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് 24, 25 കാലഘട്ടങ്ങൾ, 26 കാലഘട്ടം 1900. അതിനൊരു കാരണമുണ്ടായിരുന്നു. 1921 മുതൽ 23 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ മലബാർ കലാപം എന്ന് പറയുന്ന ഈ ചരിത്ര സംഭവം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള മലബാർ കലാപം ഉണ്ടാകുന്നത്. 23 പാലക്കാൻ തൊടി അബൂബക്കർ മുസ്ലിയാരെ തൂക്കിലേറ്റുന്നത്. അതോടെ മിക്കവാറും അവസാനിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർ കരുതിയത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാപ്പിള മക്കൾ ഇങ്ങനെ സമരത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അവർക്കൊരു വിദ്യാഭ്യാസമൊക്കെ നൽകി കഴിഞ്ഞാൽ ഈ അവര് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കലാപകാര്യങ്ങളൊന്നും ആവുകയില്ല എന്നൊരു പഠനം അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ മദ്രസകളോടൊക്കെ അനുബന്ധിച്ച് പൊതുവിദ്യാലയങ്ങൾ തുടങ്ങാനായിട്ട് ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പല മദ്രസകളോട് അനുബന്ധിച്ചുള്ള പൊതുവിദ്യാലയങ്ങളുടെ ഒരു നൂറ്റാണ്ടാണ് 24ലും 25ലും ഒക്കെ ആയിട്ട് കടന്നുപോയത് എന്ന് കാണാൻ പറ്റും. ചരിത്രപരമായ കാരണത്തിന്റെ പിറകിലുണ്ട് നടത്താം. ഇവിടെയും 1921 മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടാള ക്യാമ്പ് വരെ ആയിട്ടുള്ളൊരു വലിയൊരു വിദ്യാലയം കൂടിയാണ്. അങ്ങനെ ചരിത്രപരമായ പ്രാധാന്യം കൂടി ഈ ഗവൺമെന്റ് സ്കൂളിലുണ്ട്. അപ്പൊ അതിനു മുമ്പ് VT ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ നടന്ന ഒരു സമ്മേളനത്തിലേക്ക് ഞാനും അതിഥിയായിട്ടൊന്നല്ല, ഞാനത് കേൾക്കാനായിട്ട്, പ്രഭാഷണത്തും കേൾക്കാനായിട്ട് ഞാൻ പോകുന്ന. ഇപ്പത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ കൗമാരക്കാർക്ക് മുതിർന്ന ആളുകളുടെ പ്രഭാഷണമേ കേൾക്കണ്ടല്ലോ അല്ലേ. എന്റെയൊക്കെ 16-17 വയസ്സിൽ ഞങ്ങളെ മുതിർന്ന എഴുത്തുകാരുടെ പ്രഭാഷണം കേൾക്കാനും കവിതകൾ കേൾക്കാനും ഒക്കെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ ചോദിക്കേണ്ടി വരുന്നുണ്ട്, എവിടെയാണ് അവർക്ക് ഞങ്ങളൊക്കെ തന്ത വൈബ് തള്ള വൈബ് അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് എന്നുള്ള. പക്ഷേ അത് ഹിസ്റ്ററി പഠിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഈ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ മോശപ്പെട്ട സ്വാധീനത്തിന്റെ ഭാഗമായി ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ വീട്ടിയോട് എനിക്ക് വലിയ ആദരവായിരുന്നു. എന്റെ ദേശത്തിന് അടുത്ത് തന്നെയായിരുന്നു VT ഭട്ടതിരിപ്പാട്. അറിയാലോ, അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് MT രവീന്ദ്രനെ കാണുമ്പോൾ രവിയേട്ടനോട് പറഞ്ഞു, തന്റെ കഥയൊക്കെ ഗംഭീരമായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ആ സൗഹൃദം എന്ത് സംഭവിച്ചു വെച്ചാൽ, ഈ കൂടല്ലൂരിലെ കുഞ്ഞുട്ടി സാഹിബിന്റെ ഒരു LP സ്കൂളിലെ ഇതുപോലെ ചെറിയൊരു തുരുത്തിലൊരു LP സ്കൂള്. ആ LP സ്കൂളിലൊരു പോസ്റ്റ് ഉണ്ട്, തനിക്കത് മേടിച്ചു തരാം, കുഞ്ഞുട്ടി സാഹിബിന്റെ സ്കൂളാണ്. അപ്പൊ ഞാൻ രവിയേട്ടനോട് പറഞ്ഞത്, എനിക്ക് അത്ര ദൂരം ഞാൻ എങ്ങനെ യാത്ര ചെയ്യും, കാരണം ഒരു കൺവീനിയൻസും ഇല്ല. അങ്ങനെയാണ് അവസാനം അവിടെ ജോയിൻ ചെയ്തു. ഞാൻ സൈക്കിളിൽ 7-8 കിലോമീറ്റർ ദൂരം ദിവസം രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്തു വട്ടംകുളത്തുനിന്ന് കൂടല്ലൂരിലെത്തി. അങ്ങനെയാണ് കൂടൽ. അപ്പൊ കൂടല്ലൂരിന് ഒരു വലിയൊരു ആകർഷണമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് MTയുടെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ദേശം, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. നിങ്ങളൊന്ന് കാണേണ്ട കാര്യം, MTയുടെ വീട്ടിൽ എല്ലാവരും പ്രതിഭകളാണ് കേട്ടോ. MTയുടെ ജ്യേഷ്ഠ സഹോദരന്റെ MT നാരായണൻ നായർ, MTN നായർ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹമാണ് യസുനാരി കവാബത്തയുടെ പ്രശസ്തമായിട്ടുള്ള ജാപ്പനീസ് നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് MTN നായരാണ്. MTN നായരാണ് ജീൻ പോൾ സാർത്തർ എന്ന് പറയുന്ന വിഖ്യാതനായ ഫ്രഞ്ച് എഴുത്തുകാരൻ നോബൽ സമ്മാനം കിട്ടിയ, ന്യൂസിയ എന്ന് പറയുന്ന നോവലിന് നോബൽ സമ്മാനം കിട്ടിയ ജീൻ പോൾ സാർത്തർ, അസ്തിത്വവാദത്തിന്റെ മിശിഹ എന്ന നിലയൊക്കെ അറിയപ്പെടുന്ന ജീൻ പോൾ സാർത്തറിന്റെ എറോസ്ട്രാറ്റസ് എന്ന് പറയുന്ന വിഖ്യാതമായ നീണ്ട കഥയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് MTയുടെ ജ്യേഷ്ഠൻ MTN നായരാണ്. പിന്നെ MTയുടെ മറ്റൊരു ജ്യേഷ്ഠൻ MT ബാലകൃഷ്ണൻ നായർ, MTB നായർ എന്ന് പറയുന്ന ബാലകൃഷ്ണൻ നായർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു. പക്ഷി നിരീക്ഷണത്തിലൊക്കെ പ്രഗത്ഭനായിട്ടുള്ള ആളും പക്ഷികളുടെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് MTB നായർ എന്ന് പറയുന്ന മറ്റൊരു. രണ്ടുപേരും ഞങ്ങൾ ബാലേട്ടൻ എന്ന് വിളിക്കും, മറ്റേ കൊച്ചുണ്ണിയേട്ടെന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. MTN നായർ. MTയുടെ മറ്റേ മൂത്ത ജ്യേഷ്ഠൻ, ഞാൻ കുമരനെല്ലൂർ സ്കൂളിൽ പിന്നെ വന്ന കൊല്ലം, അതിന്റെ തൊട്ട കൊല്ലമാണ് അദ്ദേഹം ആ സ്കൂളിൽ നിന്ന് പെൻഷൻ പറ്റി പോകുന്നത്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. അപ്പോ MTയെ സംബന്ധിച്ചിടത്തോളം കൂടല്ലൂർ എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മരുമക്കത്തായ ക്രമത്തിൽ നിന്ന് മക്കത്തായ ക്രമത്തിലേക്കുള്ള ഒരു പരിണാമമുണ്ട് കേരളീയ സമൂഹത്തിന്റെ. ഇത് വളരെ ആന്ത്രോപോളജിക്കലായിട്ട് ചരിത്രപരമായിട്ടൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ആ പരിണാമത്തിന്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള സാമൂഹ്യപരമായ വിപുലതകളുടെയും വേദനകളുടെയും ആവിഷ്കാരമായിരുന്നു MTയുടെ നോവലുകൾ. നാലുകെട്ട് തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പുതിയ കാലത്തെ കുട്ടികൾക്ക് MTയുടെ നോവലിലെ നാലുകെട്ടിലെ പോലെയുള്ള ഒരു അമ്മാമ്മനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ? അങ്ങനെ ഒരു അമ്മാമ്മനെ പരിചയമില്ല. എന്നാൽ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു അമ്മാമ്മനെ പരിചയമുണ്ട്. ഞാനും അതുപോലെ തകർന്നടിഞ്ഞ ഒരു നായർ തറവാടിന്റെ സന്തതിയാണ്. എനിക്കറിയാം. ഞാൻ എൻ്റെ പല കൃതികളിലും പറയുന്ന അമ്മമ്മ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു. എൻ്റെ സ്വന്തം അമ്മയുടെ അമ്മയല്ല എൻ്റെ അമ്മമ്മ എന്ന് പറയുന്നത്. ആ അമ്മമ്മ എന്ന് പറയുന്നത് ആളൂർ ജാനകി അമ്മയാണ്. ആ അമ്മമ്മ അവരാരെന്ന് ചോദിച്ചാൽ എൻ്റെ മുത്തച്ഛന്റെ അനിയന്റെ ഭാര്യയാണ് ആളൂർ ജാനകി അമ്മ. ഈ ജാനകി അമ്മയുടെ സഹോദരൻ ദാമോദരൻ നായർ എന്ന് പറയുന്ന ബേട്ടേക്കോട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ദാമോദരൻ നായരുടെ അദ്ദേഹം അധികാരിയല്ല. അപ്പൊ അദ്ദേഹത്തെ ഞാൻ കാണുന്ന സമയത്തുള്ള പലരും ഇവിടെ പഠിച്ചവരാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ട് കാലത്തിലധികമുള്ള ചരിത്രം ഈ നാടിൻ്റെ ചരിത്രം തന്നെയാണ്. ഈ നാടിൻ്റെ എല്ലാ വിധത്തിലുള്ള ചലനങ്ങളിലും ഈ സ്കൂൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് യാഥാർത്ഥ്യം. പിന്നെ സ്കൂളിൻ്റെ സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ വിജയം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ മാർക്ക് ഏതായിരുന്നാലും അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തത്വം തന്നെയാണ്, യോജിപ്പാണ്. ആ യോജിപ്പിലാകട്ടെ എല്ലാവരും കണ്ണികളാണ്. അധ്യാപകന്മാർ, കുട്ടികൾ, രക്ഷിതാക്കൾ, പൊതുപ്രവർത്തകന്മാർ, സാമൂഹിക രംഗത്തെ ആളുകൾ, നാട്ടുകാരെ എല്ലാം കൂടിയതാണ്. അതിൻ്റെ വിജയം എന്ന് പറയുന്നത് എല്ലാവരുടെയും വിജയമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന നമ്മൾ പുറത്തുനിന്ന് വരുന്ന അതിഥികളാണ്. കൃത്യമായ ഒരു ചലനാത്മകത അവർക്ക് ഏത് കാലത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉണ്ടാകുമെന്ന് യാഥാർത്ഥ്യമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ച ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റി ഇന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകന്മാർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ നന്മയും നടന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഇനിയും ആളുകൾ വരാനുണ്ടാവും. അതിൻ്റെ ചുമതല എന്നല്ല, ഇതിൻ്റെ എനിക്ക് വളരെ വലിയ താല്പര്യമുള്ള വിഷയത്തിൽ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ചെയ്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ മഹത്തായ പരിപാടിയുടെ ഭാഗമായി എല്ലാവർക്കുമുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമായി കോയപ്പ GMLP സ്കൂളിന്റെ 110ാം വാർഷികത്തിന്റെ ഭാഗമായ ശലഭം 2K25 ഈ സന്തോഷവേളയിൽ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം കൂടി ആദരണീയരായ VT മുഹമ്മദ് ബഷീർ MP ഇവിടെ പങ്കുവെക്കുകയാണ്. അധന്യമായ ചടങ്ങ് കൂടി നമ്മുടെ വേദിയിൽ നടക്കുന്നു. മധുരമുള്ള ഓർമ്മകൾ ഒരുപാട് സമ്മാനിച്ച ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഒരു മധുരം നൽകിക്കൊണ്ടുകൂടി നമ്മുടെ വേദി ധന്യമാവുകയാണ്. ഓർമ്മകളുടെ തിരുമുറ്റത്ത് 1000 ഓർമ്മകളാണ് ഈ വിദ്യാലയം പലർക്കുമായി തലമുറകൾക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. ഓരോ കാലഘട്ടങ്ങളിലെയും ജീവിതത്തിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോഴും സ്നേഹസമ്പന്നമായ ചേർത്തു നിർത്തലിന്റെയും അറിവിന്റെ ആദ്യ പകർച്ചയുടെയും മനോഹരമായ നിമിഷങ്ങൾ നൽകിയ കോയപ്പ GMLP സ്കൂളിന്റെ 110ാം വാർഷികത്തിന്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന മഹത്തായ ഒരു സുദിനത്തിന്റെ ഈ ധന്യമായ രീതിയിൽ VT മുഹമ്മദ് ബഷീർ MPയുടെയും എല്ലാം സാന്നിധ്യം കൊണ്ട് ധന്യമായ ഊഷ്മളമായ ഈ ചടങ്ങ് അതിലേറെ ശ്രദ്ധേയമായ ആദരവ് സമർപ്പണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇവിടെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഏതാനും ചില വ്യക്തികളുടെ ആശംസ പരിപാടികളുടെ ഒരു സ്നേഹാദരവാണ് ആദരണീയരായ നമ്മുടെ MP VT മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ കൈമാറുന്നത്. ശ്രീ മൊയ്തീൻ മാസ്റ്റർക്കുള്ള ആദരവാണ് VT മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി കാഞ്ചനവലി ടീച്ചറെ വളരെ നമ്മുടെ MP VT മുഹമ്മദ് ബഷീർ സാഹിബിലൂടെ കൈമാറുകയാണ്.
അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മോഹനൻ മാസ്റ്ററെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലാണ് പ്രോജ്വല തുല്യമായ വ്യക്തിത്വങ്ങൾ സമ്മാനിച്ച നിരവധിയായ മേഖലകളിലെ സുദൃഢമായ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ സമൂഹത്തിന് വേദിയിലേക്ക് ഏറെക്കാലം ഈ മഹത്തായ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ച നഫീസ ടീച്ചറെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നഫീസ ടീച്ചർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറിച്ച് വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയത് ഓരോ കാലഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട അധ്യാപകരെയും അധ്യാപികമാരെയും ഇവിടുത്തെ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്ന തുല്യമായ ചടങ്ങാണ്. പ്രധാനരവ് വ്യക്തികളും സമൂഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരുമാണ്. അഭിമാന ബോധത്തോടു കൂടിയാണ് അവരെല്ലാം നമ്മളിവിടെ ആദരിക്കുന്നത്. അടുത്ത ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീമതി ഷീല ടീച്ചറെ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന അഭിവന്ധിയായ ഒരു നാഥയാണ് ശ്രീമതി ഷീല ടീച്ചർക്കുള്ള ഈ 110ാം വാർഷിക സംഗമത്തിന്റെ ഭാഗമായുള്ള സ്നേഹാദരവുകളാണ് അലുമിനി അസോസിയേഷന്റെ സ്നേഹാദരവിരിക്കുന്നതിനായി മേരിക്കുട്ടി ടീച്ചറെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഏറെ ആദരണീയരായ MP ശ്രീ ടി മുഹമ്മദ് ബഷീർ സർ ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്യപൂർവമായ ഒരു നിമിഷത്തിനാണ്. ഇബ്രാഹിം മുഹമ്മദ് എളപ്പ അതിൻ്റെ പ്രായം ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ അറിയോ, ഇവിടെ വന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എല്ലാം കൊണ്ടും മുമ്പ് പഠിപ്പിച്ച അധ്യാപകന്മാരെ ആദരിച്ചിരിക്കാൻ ഒന്ന് സദസ്സിലുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ ഈ തൊട്ട പ്രദേശത്തുള്ള ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്നാലും ഞാൻ എൻ്റെ കുറ്റക്കാരനാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സാധാരണ സ്കൂളായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത് കുറേ കണ്ടതാണ്. ഇവിടെ നമ്മുടെ ടീച്ചർ റിട്ടയർ ചെയ്യുന്നു. അവര് മറ്റു നേതാക്കളെ, പ്രവർത്തകരെ ഓരോരുത്തരും പേര് പറഞ്ഞ് സമയം കഴിയുന്നതുകൊണ്ടാണ് പേര് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അന്ന് ഈ ഒരു പുത്തൂർ പള്ളിക്കരയുടെ ഇവിടെ മാഷുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇവിടുത്തെ കളിയും ചിരിയും ആ ഉപ്പുമാവും എല്ലാം വീണ്ടും സ്കൂളിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചു.